വടകര എടച്ചേരി ജമീല വധക്കേസ് പ്രതി 25 വർഷത്തിനു ശേഷം പിടിയിലായി ഭർത്താവായ ഹമീദിനെ എടച്ചേരി പോലീസ് കാസർഗോഡ് ആദൂരിൽ നിന്നാണ് പിടികൂടി. 2001 ജമീലയെ ഭർത്താവ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. പ്രതി ആദൂരിൽ മത്സ്യവില്പനക്കാരനായി കഴിയുകയായിരുന്നു. 25 വർഷത്തിന് ശേഷമാണ് ഈ കൊലക്കേസ് പ്രതി, അതായത് ഭാര്യയെ തന്നെ ഭർത്താവ് തലക്കടിച്ചു കൊല്ലുന്നു. നാദാപുരം എടച്ചേരിയിലാണ്. ജമീല എന്ന പേരുള്ള സ്ത്രീ, അന്ന് 35 വയസ്സ് മാത്രമേ ഉള്ളൂ. അവരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ പ്രതി അറസ്റ്റിലായിരിക്കുന്നത്, ഭർത്താവ് അറസ്റ്റിലായിരിക്കുന്നത്. അന്ന് പ്രതി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊലപാതകം നടന്നത്. നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഈ പ്രതി ജമീലയെ പിറകിൽ തലക്കടിക്കുകയായിരുന്നു. അതിനടിച്ച് മരണപ്പെടാതെ കണ്ടതോടുകൂടി നിസ്കാരിച്ചിരുന്ന വസ്ത്രം ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഈ പ്രതി നാട്ടിലെത്തി നാട്ടുകാരോടും മക്കളോടുമൊക്കെ ഉമ്മയ്ക്ക് അസുഖമാണ്, പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്നൊക്കെ അറിയിക്കുന്നു. പിന്നീട് ഡോക്ടർമാരുടെ അടുത്തെത്തിയപ്പോൾ സംശയം തോന്നിയതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നായപ്പോഴാണ് ഇയാൾ പ്രതി അവിടെ നിന്ന് മുങ്ങുകയും ഹമീദ് മുങ്ങുകയും പിന്നീട് ഒളിവിൽ പോവുകയുമായിരുന്നു. പിന്നീട് കേസ് പോലീസ് തുടർച്ചയായി പല തരത്തിലും അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. പിന്നീട് ആണിപ്പോൾ അടുത്ത കാലത്തായി എടച്ചേരി പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക താല്പര്യമെടുത്താണ് കാസർഗോഡ് ആഡൂരിൽ വെച്ച് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആഡൂരിൽ മത്സ്യത്തൊഴിലാളിയായി അവിടെ ജോലി നോക്കുകയായിരുന്നു. കുറച്ചു കാലമായി അവിടെ ജോലി നോക്കുകയായിരുന്നു. പോലീസിന് അന്ന് ആ കൊലപാതകം നടന്ന സമയത്ത് പോലീസ് വിശദമായ പല സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിയിരുന്നെങ്കിലും പോലീസിന് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പോലീസ് പ്രത്യേകം താല്പര്യമെടുത്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ചില വിവരങ്ങൾ, രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതേ തുടർന്നാണ് ഇപ്പോൾ പ്രതി ഹമീദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.